ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ഈ ധരണത്തിൽ ഞാൻ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനത്തെക്കുറിച്ചാണ്, ഇല്ലെങ്കിൽ റോമാലേഖനത്തിൽ നിന്നാണ് തുടർമാനമായി നമ്മൾ പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ പിന്നിടുവാനിടയായി തീർന്നു. 2 ക്ലാസ്സുകൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മൊത്തത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആമുഖമായിട്ടാണ് നമ്മൾ എടുക്കുവാനിടയായി തീർന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 1-2 വാക്യങ്ങൾ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം. നമ്മൾ അതിൽ നിന്ന് സുവിശേഷം പുതിയ ഒന്നല്ല, സുവിശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒന്നല്ല, മറിച്ച് അങ്ങ് ഉൽപ്പത്തി മുതൽ സുവിശേഷത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, കാണുവാൻ കഴിയുന്നു. സുവിശേഷം ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ല. മാത്രമല്ല, സുവിശേഷത്തിൻ്റെ സോഴ്സ് ദൈവമാണ്. സുവിശേഷത്തിൻ്റെ തീം കർത്താവായ യേശുക്രിസ്തുവാണ് എന്നൊക്കെ നമ്മൾ കാണുവാനിടയായി തീർന്നു. ഈ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ 1 മുതൽ, അതിനെ നമ്മൾ 2ആയിട്ട് വിഭജിച്ച് പഠിച്ചാൽ 1 മുതൽ 7 വരെ തൻ്റെ പതിവ് ശൈലിയിലുള്ള ഗ്രീറ്റിംഗ് ആണ്, വന്ദനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണാൻ സാധിക്കുന്നത്. അടുത്ത ഭാഗം 8 മുതൽ 17 വരെ, ഈ ഇൻട്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ 1 മുതൽ 7 വരെ താൻ ഗ്രീറ്റിംഗ്സ് പറയുമ്പോൾ 8 മുതൽ 17 വരെ താങ്ക്സ് ഗിവിംഗ് ആണ്, നന്ദി പറയുകയാണ്. താങ്ക്സ് ഗിവിംഗ് ആണ് നമ്മൾ ഈ വാക്യങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സുവിശേഷം, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ ആ വാക്യത്തിനകത്ത് കണ്ടു അല്ലേ? പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. സ്തോത്രം. ഇന്ന് സുവിശേഷത്തെ നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും സുവിശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാ സുവിശേഷവും സുവിശേഷമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ദൈവവചനപ്രകാരം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ദൈവവചനപ്രകാരം അതിനെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ സുവിശേഷം സീറോയാണ്. എന്താണ്? യേശുവിനെ സുവിശേഷത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ പിന്നെ സുവിശേഷം ഒന്നുമില്ല. പിന്നെ സുവിശേഷം എന്തില്ല? സീറോയാണ്. അപ്പോ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ മുഖ്യ പ്രമേയം. അതിനകത്തെ മുഖ്യ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ആധുനിക ഈ നവീന ഉപദേശങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യേശു ഇല്ലാത്ത ഒത്തിരി സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ഇല്ലാത്ത ഒത്തിരി സുവിശേഷം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ലോകത്തിലെ മനുഷ്യന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉണർത്തുകയും അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിലേക്ക് സുവിശേഷം അതിൻ്റെ പുതിയ നിലകളിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ലോകം മാറ്റിയെടുത്തിരിക്കുകയാണ്. ലോകം അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോ ഇന്ന് നമ്മൾ സുവിശേഷ പ്രസംഗമൊക്കെ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ
യേശു ഇല്ല. ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് പോലെയാണ്. എങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാം? സത്യത്തിൽ അതിനകത്തൊന്നും യേശു ഇല്ല. ഇനി അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേറൊരു സുവിശേഷം, മറ്റൊരു സുവിശേഷം, ദുരുപദേശം, ഇതൊക്കെ പ്രസംഗിക്കുന്നത് അവരാരും ഇന്ന് വരെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദുരുപദേശമാണെന്ന് ഇന്ന് വരെ 1% ആളുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ തങ്ങൾ പ്രസംഗിക്കുന്നത് ദുരുപദേശമാണെന്നും തെറ്റായ സുവിശേഷമാണെന്നും ഇന്ന് വരെ ഒരു മനുഷ്യനും എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടുമല്ല അവർ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റായ സുവിശേഷമാണ് എന്ന് മനസ്സിലാക്കുന്നത്? അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷം അത് ദൈവത്തിന്റെ സുവിശേഷമല്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ നമ്മൾ ദൈവത്തിന്റെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ യേശു ഇല്ലാത്ത സുവിശേഷം ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വചന നിശ്ചയം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, സുവിശേഷം അതിൻ്റെ നിലകളിൽ, അതിൻ്റെ പരിപാവനതയോടുകൂടെ, അതിൻ്റെ മഹത്വത്തോടുകൂടെ, അതിൻ്റെ മനോഹാരിതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ നമുക്ക് സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ സുവിശേഷം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. കേൾക്കുന്നതെല്ലാം അംഗീകരിക്കേണ്ട, കേൾക്കുന്നതെല്ലാം തലയിൽ എന്ത് ചെയ്യരുത്, കയറ്റി വെക്കാൻ ഇടയായി തീരരുത്. പിന്നെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ശോധന ചെയ്യണം. ഈ പറയുന്നത് ദൈവവചന അടിസ്ഥാനത്തിലുള്ളതാണോ? പൗലോസ് പോലും പറയുന്നുണ്ട്, എന്താണ്, ഈ പറഞ്ഞതിന് വിപരീതമായി നാളെ താനാകട്ടെ, സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരാകട്ടെ, മറ്റാരെങ്കിലും ആകട്ടെ പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി പറഞ്ഞത് തന്നെ പിന്നെയും മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മാത്രമല്ല, ആ പറയുന്നതിന് വിപരീതമായ നിലയിൽ കാര്യങ്ങൾ പിന്നീട് അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞതുകൊണ്ടുമാണ് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്, തൻ്റെ കേൾവിക്കാരോട് ആ മുന്നറിയിപ്പ് നൽകി കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ സുവിശേഷത്തിൽ ക്രിസ്തു ഇല്ലെങ്കിൽ പിന്നെ ആ മെസ്സേജ് സുവിശേഷമല്ല. സ്തോത്രം. ക്രിസ്തു ഉള്ള സുവിശേഷമാണ് സുവിശേഷം. അപ്പോൾ ക്രിസ്തു ഇല്ലാതെ ഇന്ന് ഒത്തിരി സുവിശേഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അതിനകത്ത് എപ്പോഴും എന്തിരിക്കണം, വിജിലന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. അപ്പോ സുവിശേഷം അംഗീകരിക്കാത്തവരുടെ ഗതി എന്താണ്? സുവിശേഷം എന്താണ് നമുക്ക് ദാനം ചെയ്യുന്നത്? നമുക്ക് നിത്യനാശത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് ഈ സുവിശേഷത്താലാണ്. അപ്പോ എന്താണ്, നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് സുവിശേഷമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്, നമ്മെ നടത്തുന്നത്. സ്തോത്രം. ഇനി ഈ സുവിശേഷത്തെ തന്നെ പല നിലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ പുതിയ നിയമത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? അതിന്റെ 1-2 ഭാഗങ്ങൾ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവ കൃപയുടെ സുവിശേഷം, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, സമാധാനത്തിന്റെ സുവിശേഷം. ഈ വിവിധമായ പേരുകളോടുകൂടെ ഇല്ലെങ്കിൽ നിലകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സുവിശേഷത്തെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. 2-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ്, വിശുദ്ധ രേഖകളിൽ നമ്മൾ അതിന്റെ ഒരു ആരംഭം എന്ന വണ്ണം നമ്മളത് പറഞ്ഞു വെക്കുവാനിടയായി തീർന്നു അല്ലെ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദം ഹൗവ ദമ്പതിമാർ പാപം ചെയ്ത അനന്തരം അവരെ പുറത്താക്കി കളയുമ്പോൾ അവരെ വഞ്ചിച്ച വഞ്ചകനായ സാത്താന്റെ തല തകർക്കുന്ന ഒരുവൻ സ്ത്രീയുടെ സന്തതിയായി പിറക്കുമെന്നുള്ള
ആ രക്ഷകന്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുത്തുകൊണ്ടാണ് അവരുടെ അകത്തേക്ക് ആ ഒരു വെളിച്ചം ഇട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ സുവിശേഷത്തെ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സുവിശേഷത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ അന്ന് പറഞ്ഞൊരു ഭാഗമാണ്, പുതിയ നിയമ കാലയളവിൽ ഇല്ലെങ്കിൽ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ, അതായത് ക്രിസ്തു സഭ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കാലയളവിൽ, അപ്പോസ്തലന്മാരുടെ ആദ്യ കാലയളവിൽ സുവിശേഷങ്ങളോ ലേഖനങ്ങളോ സാർവത്രികമായി സഭകൾക്ക് എഴുതി ലഭ്യമായിരുന്നിട്ടില്ല. പിന്നീടും ചില വർഷങ്ങൾ, പെന്തിക്കോസ് നാൾ സഭ സ്ഥാപിക്കപ്പെട്ടതിനും പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ എഴുതുകയും സഭകൾക്ക് സാർവത്രികമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവരെല്ലാം സുവിശേഷം പ്രസംഗിച്ചത് പിന്നെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇവരെല്ലാം സുവിശേഷത്തെ പ്രസംഗിച്ചത് വിശുദ്ധ രേഖകളിൽ നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന്. നമ്മൾ സുവിശേഷത്തിനകത്തും അപ്പോസ്തല പ്രവർത്തിക്കകത്തും ലേഖനങ്ങൾക്കകത്തും ഒക്കെ നമ്മൾ നോക്കിയാൽ ഇവരെ ബേസ് ചെയ്തത്, ഇവരെ സ്റ്റാൻഡ് ചെയ്തത് ഇല്ലെങ്കിൽ നിന്നത് വിശുദ്ധ രേഖകൾ, തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഈ വിശുദ്ധ രേഖകൾ, തിരുവെഴുത്ത് എന്നവർ പറഞ്ഞത് പഴയ നിയമത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെയുള്ള ആ വിശുദ്ധ രേഖ, തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, സുവിശേഷം പറയാൻ ഇടയായി തീർന്നത്. അപ്പോ നമുക്ക് വളരെ മനോഹരമായി തന്നെ സുവിശേഷത്തിന്റെ സന്ദേശം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? നമ്മൾ അതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? ഈ ശിഷ്യഗണങ്ങളെല്ലാം യേശു കർത്താവും ഒക്കെ എന്ത് ചെയ്തത്, സുവിശേഷത്തെ അവരോട് പ്രസംഗിച്ചപ്പോൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്ത് ചെയ്തു, സുവിശേഷം അറിയിക്കാൻ ഇടയായി തീർന്നു. ഇന്നത്തെ നവീന ഉപദേശം ഇല്ലെങ്കിൽ പുതിയ ആളുകളൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിന്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല. പഴയ നിയമം നമുക്ക് ആവശ്യമില്ല. സത്യത്തിൽ അങ്ങനെ പറയുന്നവന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ഒരിക്കലുമല്ല കേട്ടോ. സുവിശേഷത്തെ വളരെ മനോഹരമായി ആദിമ സഭ സുവിശേഷത്തെ അറിയിച്ചത് തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അവർ പുത്രനെ കുറിച്ചുള്ള, ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കാൻ ഇടയായി തീർന്നത്. അപ്പോ അത്രത്തോളം ആധികാരികമായ നിലയിൽ സുവിശേഷത്തിന്റെ സന്ദേശം പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. ഈ നമ്മൾ അതിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ തുടക്കം എന്നോണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ യേശു കർത്താവും തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയത് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ടാണ് താൻ എന്ത് ചെയ്തത്, തന്നെ പൊതുജനത്തിന് ഇല്ലെങ്കിൽ ആളുകളുടെ മുൻപിൽ, മനുഷ്യന്റെ മുൻപിൽ എന്ത് ചെയ്തത്, വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. പഴയ നിയമത്തിന്റെ തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പോലും തന്നെ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തത്. നമ്മൾ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യത്തിനകത്ത്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ
17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യേശു കർത്താവ് അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ ഭാഗം ഇങ്ങനെയാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. കണ്ടോ? യേശു കർത്താവിന്റെ പള്ളിയിലെ ആദ്യത്തെ പ്രസംഗമാണ്. യേശു കർത്താവിന്റെ പള്ളിയിലുള്ള ആദ്യത്തെ പ്രസംഗമാണ്. എവിടെയാ? ഏത് ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ്? യെശയ്യാ പ്രവചനത്തെ അടിസ്ഥാനമാക്കി. ആ യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് യേശു ക്രിസ്തു പറയുകയാണ് 21-ാം വാക്യത്തിൽ, അവൻ അവരോട്, തൻ്റെ കേൾവിക്കാരോട്, തന്നെ നോക്കുന്ന എല്ലാ കണ്ണുകളോടും തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ചെവികളുമുള്ള തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആ മനുഷ്യരോട്, ആ പള്ളിക്കകത്തുള്ള ആളുകളോട്, തൻ്റെ കേൾവിക്കാരോട് യേശു പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇനി 19-ാമത്തെ വാക്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 21-ൽ പറയുന്നു നിവർത്തി വന്നിരിക്കുന്നു. ഇന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇന്ന് നിവർത്തി വന്നിരിക്കുന്നു എന്ന്, തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. അപ്പോ പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനത്തെ ആധാരമാക്കിക്കൊണ്ട് പള്ളിയിലെ തൻ്റെ ആദ്യത്തെ പ്രസംഗം താൻ എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. അതിന് നിവർത്തി വന്നിരിക്കുകയാണ്. ആ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ തൻ്റെ കേൾവിക്കാരോട് പറയുകയാണ്. അപ്പോ നിങ്ങൾ കണ്ടോ, യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയത് തിരുവെഴുത്തിനെ ആധാരമാക്കി. നിരവധി ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയത് തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ് കേട്ടോ. തിരുവെഴുത്തിനെ ആധാരമാക്കിയാണ് എന്ത് ചെയ്തത്? യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. ഇനി അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നല്ലോ? നിരൂപിക്കുന്നുവല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അതിനകത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്. നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും എന്ത് ചെയ്യുമായിരുന്നു? വിശ്വസിക്കുമായിരുന്നു. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നെയും വിശ്വസിക്കുമായിരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. അതായത് മോശ പറഞ്ഞിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മോശയുടെ എഴുത്തുകളിലൂടെ ആ പ്രവാചക ശബ്ദത്തിലൂടെ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്, ഇല്ലെങ്കിൽ ആ രക്ഷകൻ, ആ വീണ്ടെടുപ്പുകാരൻ ആരാണ് എന്ന് യേശു കർത്താവ് ജനത്തോട് പറയുകയാണ്. പക്ഷെ അവർക്ക് എന്ത് ഇല്ല? യേശുവിനെ മനസ്സിലാക്കാനോ യേശുവിനെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് എന്ത് ചെയ്തില്ല? കഴിയുന്നില്ല. കാരണം യേശു അവരോട് പറയുകയാണ്, കാരണം യഹൂദന്മാരെല്ലാം
തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നവരാണ്. യഹൂദന്മാർ തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നവരാണ്. ആ തിരുവെഴുത്തുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ കർത്താവ് തന്നെ വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ അവർക്ക് തെളിയിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 43, 44 വാക്യങ്ങൾക്കകത്ത്, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 43, 44 വാക്യങ്ങൾക്കകത്ത് 44 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? 41 മുതൽ വായിക്കുമ്പോൾ, പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. അപ്പോ അവര് പറയുന്ന വാക്കാണ് ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു കർത്താവിനെ ദാവീദിന്റെ പുത്രൻ എന്ന അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത് നമ്മൾ മറ്റ് പല ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അല്ലെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്റെ സുവിശേഷം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അല്ലെ. അപ്പോ ദാവീദിന്റെ സന്തതിയായിട്ടാണ് യേശു കർത്താവ് വരുമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പോ യഹൂദന്മാർ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരുവെഴുത്തുകളെ കുറിച്ച് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് അവരോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഈ യഹൂദന്മാരെല്ലാം യേശുവിനോട് ഒത്തിരി വാഗ്വാദങ്ങൾ നടത്തി, യേശുവിനോട് ഒത്തിരി തർക്കം എന്ന നിലയിൽ യേശുവിനോട് ഒത്തിരി കാര്യങ്ങൾ അവർ ചോദിക്കുവാനിടയായി തീർന്നു. ഇവിടെ യേശു കർത്താവ് അങ്ങനെയുള്ള ആളുകളോട് തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ്. എന്താണെന്നറിയാമോ? സത്യത്തിൽ അവരുടെ വായടപ്പിച്ച് കളയുന്ന ഒരു ചോദ്യമാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശു കർത്താവ് പറയുന്നു, അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? നോക്കൂ, ഇവർക്ക് ആ ജഡത്തിലുള്ള വംശാവലിയെ കുറിച്ച് മാത്രമേ ബോധ്യമുള്ളൂ. പക്ഷേ ആ ദാവീദിന്റെ സന്തതിയായി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ബോധ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തു അവർക്കകത്ത് ഇട്ടുകൊടുക്കുക. അവരുടെ അകത്ത് എന്ത് ചെയ്യുകയാണ്? ഇട്ടുകൊടുക്കുകയാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് കേട്ടോണം. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ വന്ന ആ പരീശന്മാരായിട്ടുള്ള ആളുകളോട് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇവര് ദാവീദിന്റെ പുത്രനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് എന്ന് ഇവർക്കറിയാമായിരുന്നു. അത് തന്നെയാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരിച്ച് യേശു കർത്താവ് ചോദിക്കുന്നു, എന്നാൽ ദാവീദ് ആത്മാവിൽ 110-ാം സങ്കീർത്തനത്തിലാകട്ടോ, ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ത് ചെയ്തു? അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അതായത് കർത്താവ് 110-ാം സങ്കീർത്തനത്തിലാണ് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. യഹോവ എൻ്റെ കർത്താവിനോട്. അപ്പോൾ ഈ കർത്താവ് ആരാണ്? വീണ്ടെടുപ്പുകാരനായ മിശിഹയെ കുറിച്ചാണ് കേട്ടോ. അതേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് ദാവീദിന്റെ വംശാവലിയിലാണ്, ദാവീദിന്റെ സന്തതിയായിട്ടാണ്. അതിനെക്കുറിച്ച് ഇവർക്ക് നല്ല ഉറപ്പാണ്. അതേസമയം ഇവർ മറന്നു കളഞ്ഞൊരു കാര്യമുണ്ട്.
ഈ ദാവീദിന്റെ സന്തതിയായി ജനിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണ് എന്നുള്ള കാര്യം കൂടെ. അതാണ് ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? സ്തോത്രം. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ഒരേ സമയം മനുഷ്യനും അപ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവുമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. ഇനി നമ്മൾ അതിനകത്തു നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? യേശു കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അല്ലെ? കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, അല്ലെ? സ്തോത്രം. അപ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ അവന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിലൊക്കെ നമ്മൾ അതിന്റെ പ്രവചനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന്മാർ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 22 യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്തെ കുറിച്ച് അവൻ അനുഭവിക്കുന്ന പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളെ കുറിച്ചും വളരെ കൃത്യമായ നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചനത്തിലൂടെ സങ്കീർത്തനത്തിൽ, യെശയ്യാ പ്രവചനത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു കർത്താവ് 3.5 കൊല്ലം ശിഷ്യന്മാരോടൊപ്പം നടന്നിട്ട് ഏറ്റവും ഒടുവിൽ തൻ്റെ നാഴിക വന്നു എന്നും യെരുശലേമിലേക്ക് നമുക്ക് പോകാമെന്നും പറയുകയും മാത്രമല്ല അവിടെ യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയും അവിടെയുള്ള അധികാര വർഗങ്ങളാൽ താൻ കൊല്ലപ്പെടുകയും അവിടെ വെച്ച് ക്രൂശുമരണം അനുഭവിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തിൽ നിന്ന് ക്രിസ്തുവാണ് നീ എന്ന് വെളിപ്പാട് പറഞ്ഞ പത്രോസ് പോലും യേശുവിനെ ശാസിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ കത്തിയെടുത്ത് കാതറക്കുന്ന, ഇല്ലെങ്കിൽ കത്തിയെടുത്ത് മുൻപിലേക്ക് ചാടി വരുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? തിരുവെഴുത്തുകളിൽ നിന്ന് ക്രിസ്തുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുൻപിൽ കർത്താവ് അവരോട് കൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിനെ വേണ്ട നിലയിൽ തിരുവെഴുത്തുകളിൽ നിന്ന് ആധാരമാക്കി മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ അറിവുകൾ അപൂർണമായിരുന്നു. പൂർണമായ നിലയിൽ കർത്താവിനെ അവർക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞിരുന്നില്ല. എന്താ അതിന്റെ തെളിവ്? സ്തോത്രം. യമോസിലേക്ക് പോയ ശിഷ്യന്മാർ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യമോസിലേക്ക് പോയ കർത്താവിന്റെ ക്രൂശ് മരണാനന്തരം യമോസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ട് യെരുശലേമിൽ നടന്ന ആ സംഭവ ബഹുലമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, അതേ തുടർന്ന് അവരുടെ ജീവിതത്തിലും മനസ്സിലും ഭാവി പ്രത്യാശയിലും തളം കെട്ടിയ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അവരുടെ അനുഭവത്തെയൊക്കെ അവര് തർക്കിച്ചും വാദിച്ചും കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോ കർത്താവ് അവരോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് എന്താ ചെയ്തെന്നറിയാമോ? തിരുവെഴുത്തുകളിൽ നിന്ന് അവരോട് പറയുകയാണ്. കണ്ടോ? തിരുവെഴുത്തുകളിൽ പ്രകാരം അവരോട് പറയുകയാണ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് അവര് കണ്ടു. യേശു കർത്താവ് അടിയേൽക്കുന്നത് അവര് കണ്ടു. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് മരിക്കുന്നത് അവര് കണ്ടു. യേശു കർത്താവിനെ കൊണ്ടുപോയി കല്ലറയിൽ അടക്കുന്നത് അവര് കണ്ടു. അപ്പോ റോമൻ മുദ്ര വെക്കുന്നത് അവര് കണ്ടു. യേശു ഇനി തങ്ങളുടെ മുൻപിൽ ഇല്ല എന്ന് അവരെന്നേക്കുമായിട്ട് എന്ത് ചെയ്തു? ചിന്തിപ്പാനിടയായി തീർന്നു. മുൻ പറഞ്ഞ വാഗ്ദത്തങ്ങളോ വാഗ്ദാനങ്ങളോ തിരുവെഴുത്തുകളിൽ അവനെ കുറിച്ച് പറഞ്ഞതോ ഒന്നും എന്ത് ചെയ്തില്ല? അവർക്ക് മനസ്സിലാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അപ്പോഴാണ് അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട് അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആശിച്ചിരുന്നത്. അവന്റെ കൂടെ നടക്കുമ്പോൾ യെരുശലേമിനെ വീണ്ടെടുപ്പാനുള്ളവനെന്നും
അത് ഇന്നിന്ന നിലകളിൽ ആയിരിക്കുമെന്നും ഞങ്ങൾ ആശ വെച്ചിരുന്നു, ഞങ്ങൾ ആശിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ആശിച്ചതുപോലെയും ഞങ്ങൾ ആശ വച്ചതുപോലെയും ഒന്നുമല്ല ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നടന്നത്. ഞങ്ങൾ വളരെ നിരാശരായിരിക്കുകയാണ്. അങ്ങനെ നിരാശരായിരിക്കുന്ന ആ എമുവസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് ഉയർപ്പിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ചേർന്ന് നടക്കുന്നു. ഈ എമൂസിലേക്ക് പോയ ശിഷ്യന്മാര് കേൾക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടെന്നറിയാമോ? ഇവര് യേശു കർത്താവ് ഉയർത്തതിന്റെ അന്ന് വൈകുന്നേരമാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. യേശു കർത്താവ് ഉയർത്തു എന്നുള്ള വാർത്ത അവർ കേട്ടു. പക്ഷേ അതും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് ഉയർത്തു എന്നുള്ള വാർത്തയും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ബോധം അവരിൽ ഇല്ലാതെ പോയതാണ്. തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അഭാവമാണ് അവർക്ക് അവരുടെ കണ്ണിന്റെ മുമ്പിൽ അത് നടന്നിട്ടും കേട്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയത് കേട്ടോ, കഴിയാതെ പോയത്. സ്തോത്രം. അപ്പോ യേശു കർത്താവ് അവരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കണ്ണിൽ കണ്ടതും നിങ്ങൾ കാതിൽ കേട്ടതും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞതും ഒക്കെ തിരുവെഴുത്തുകളുടെ ആധാരം അതിനുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നാ? പഴയ നിയമത്തിൽ നിന്ന് കേട്ടോ. സ്തോത്രം. അപ്പോ യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വാർത്ത അവര് കേട്ട് തർക്കിച്ചും വാദിച്ചും ഒക്കെ മുൻപോട്ട് പോവുകയാ. അവരുടെ ആശയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ചിന്തകളൊക്കെ വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിച്ച് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്നിട്ട് ചേർന്ന് നടന്ന് തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയും അതിനെ ആധാരമാക്കിയും എന്ത് ചെയ്തു? വീണ്ടെടുപ്പുകാരനായ വിമോചകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ യേശു കർത്താവ് തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു. സ്തോത്രം. ഇനി തിരുവെഴുത്തുകളിൽ നിന്ന് തെളിയിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് കാര്യങ്ങളെ ബോധ്യമാകുകയും മനസ്സിലാക്കുവാനും എന്ത് ചെയ്തത്? ഇടയായി തീർന്നത് കേട്ടോ. അപ്പോ ശിഷ്യന്മാർക്ക് പോലും ഉയർപ്പിനെ അത്ഭുതങ്ങളെ കണ്ട 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച, കടലിന്റെ മീതെ നടന്ന, ഭൂതങ്ങളെ പുറത്താക്കിയ, കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ, തങ്ങളുടെ മുൻപിൽ നടന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ് അവരെന്ത് ചെയ്തത്? കർത്താവിനെ അതിന്റെ പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അപ്പോ നമുക്ക് കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ? തിരുവെഴുത്തുകളെ ആധാരമാക്കിയും അതിനെ അടിസ്ഥാനമാക്കിയും പഠിക്കുമ്പോഴാണ് കർത്താവിനെ പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് അതിനാണ് നമ്മൾ വചനം പഠിക്കുകയും നമ്മൾ വചനം വായിക്കുകയും വചനത്തെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്തെന്നറിയാമോ? പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം നോക്കൂ, ഇവർക്ക് അത്രയും നേരമുള്ള നിരാശ മാറിപ്പോയി, അത്രയും നേരമുള്ള അവരുടെ സങ്കടം മാറിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തെ എടുത്ത് വായിച്ചു നോക്കിയാൽ പലപ്പോഴും സ്തോത്രം നമ്മുടെ നിരാശകളൊക്കെ ഓടിപ്പോകും, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോകും കേട്ടോ. സ്തോത്രം. വചനത്തിൽ നിന്ന് ദൈവത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാനും ഉറപ്പിക്കുവാനും കഴിയും. സ്തോത്രം. അപ്പോ ശിഷ്യഗണങ്ങൾക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുമ്പോൾ തന്നെ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയും എന്ത് ചെയ്യുകയാണ്? യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് പൂർണ്ണമായ നിലയിൽ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകാനിടയായി തീരരുത്. ഇനി നമ്മൾ അടുത്ത ഭാഗം നോക്കിയാൽ, അപ്പോൾ യേശു കർത്താവ് തിരുവെഴുത്തുകളെ നമ്മള് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? വിശുദ്ധ രേഖകളിൽ
തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന. അപ്പോ വിശുദ്ധ രേഖ ഇല്ലെങ്കിൽ തിരുവെഴുത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇനി അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവരെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, ആദിമ സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ സുവിശേഷമോ ലേഖനമോ ഒന്നും എഴുതി സർക്കുലേറ്റ് ചെയ്യപ്പെടുകയോ സാർവത്രികമായി സഭകൾക്ക് നൽകപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോ അവരുടെ എല്ലാം വചനപ്രഭാഷണം പഴയ നിയമത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അവരെല്ലാം സുവിശേഷം അറിയിക്കാനിടയായി തീർന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ആദ്യത്തെ പ്രാസംഗികനായിരുന്ന, ഇല്ലെങ്കിൽ പെന്തിക്കോസിന് ശേഷം ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ച പ്രസംഗിയായ പത്രോസിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടെ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും കൂടിയിരുന്നു, ഏകദേശം 120 പേർ. ആത്മാവിന്റെ സാന്നിധ്യം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. അവർ അന്യഭാഷകളിൽ സ്തുതിച്ചു. വന്നുകൂടിയ ആളുകളെല്ലാം അത് ശ്രദ്ധിക്കത്തക്ക നിലയിൽ അത്രത്തോളം ആ ആത്മാവിന്റെ വരവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അത്രയേറെ ശ്രദ്ധിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവര് ഈ ആളുകളെല്ലാം വന്നിട്ട്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ആത്മസാന്നിധ്യം ഇറങ്ങി പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി, കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് തോന്നി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു. ഈ സംഭവം എല്ലാം കണ്ടറിഞ്ഞു വന്ന ആളുകൾ അവിടെ അതിന്റെ 8 മുതൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, 7 മുതൽ. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും എലാമ്യരും മെസപ്പൊത്തോമിയയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗിയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുമെന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, അത്രയും വലിയ അവരുടെ കണ്ണുകൾക്ക് കാണത്തക്ക നിലയിൽ, അവരുടെ ചെവിയിൽ കേൾക്കത്തക്ക നിലയിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അത്രയേറെ ശ്രദ്ധ നേടത്തക്ക നിലയിലുള്ള സംഭവ ബഹുലമായ കാര്യം അവിടെ നടന്നു. സ്തോത്രം. അപ്പോ അത് കണ്ട് ഓടി വന്ന വിവിധ ഭാഷക്കാരായ ദേശക്കാരായ യെരൂശലേമിൽ വന്നു പാർക്കുന്ന ആളുകളെല്ലാം ഇവർ ഇരുന്നിരുന്ന സ്ഥലത്തിനു ചുറ്റും ഓടിക്കൂടുക മാത്രമോ, അവരിൽ വല്ലാത്ത ആശ്ചര്യമുളവാക്കി. അതിൽ ഒരു കൂട്ടം ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള വൻകാര്യങ്ങൾ അവർ നമ്മുടെ ഭാഷകളിലാണ് സംസാരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ആശ്ചര്യഭരിതരായി നോക്കി നിന്നു. അതിനകത്ത് മറ്റൊരു കൂട്ടം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ പറയുന്നത്? എങ്ങനെ പറയുന്നു? ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് 13-ാമത്തെ വാക്യത്തിൽ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. സ്തോത്രം. അപ്പൊ നോക്കണേ, സംഭവം നടന്നു. കണ്ണിന് കാണത്തക്ക നിലയിൽ, ചെവിക്ക് കേൾക്കത്തക്ക നിലയിൽ അവിടെ അവരുടെ മുൻപിൽ ആ സംഭവ ബഹുലമായിട്ടുള്ള ആ കാര്യം അവിടെ നടക്കുകയാണ്. പക്ഷേ ഓടി വന്നപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു കൂട്ടം ആളുകൾ മറ്റൊരു നിലയിലും ഒരു കൂട്ടം ആളുകൾ മറ്റൊരു നിലയിലും അതിന് അവരുടേതായ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്,
അതിന്റെ ആ ഭാഗം എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? ഇവരാരും ലഹരി പിടിച്ചവരല്ല, ഞങ്ങൾ ആരും ലഹരി പിടിച്ചവരല്ല. എന്നിട്ട് 16-ാം വാക്യത്തിൽ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തതത്രേ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തതത്രേ. നോക്കൂ, കേൾവിക്കാരോട് സുവിശേഷം പറയുകയാണ്, പറഞ്ഞാരംഭിക്കുകയാണ്. എന്താ ഈ തന്റെ ഈ പ്രസംഗത്തിനകത്ത് എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ആത്മാവിനെ പകരുന്ന സുവിശേഷം അല്ലേ? സ്തോത്രം. ആത്മാവിനെ പകരുന്ന ആ ദൈവത്തെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുക, ആത്മാവിനെ പകരുന്ന ദൈവത്തെ കുറിച്ച്. സ്തോത്രം. അപ്പോ ഈ ഒന്നാമത്തെ പ്രസംഗത്തിൽ താൻ യോവേൽ പ്രവചനത്തെ ആധാരമാക്കി ഇവിടെ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനം പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ പറയുന്നു ഇവര് വീഞ്ഞു കുടിച്ചവരാണ്. കാരണം എന്തുവാ? എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് പത്രോസ് തിരുവെഴുത്തിനെ ആധാരമാക്കി എന്ത് ചെയ്യുന്നത്? അവരോട് കാര്യങ്ങളെ പറയുകയാണ്. ഈ സംഭവിച്ചത് അതിനൊരു തിരുവെഴുത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. അത് ദൈവം മുന്നമേ അറിയിച്ചൊരു കാര്യമാണ്. ഇത് ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ ഉണ്ടായ ഒന്നല്ല, മറിച്ച് ദൈവം കാലങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരുന്ന യോവേൽ മുഖാന്തിരം പറഞ്ഞിരുന്ന കാര്യത്തെ ദൈവം ഇവിടെ നിവർത്തീകരണത്തിലൂടെ, ഇല്ലെങ്കിൽ ദൈവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ തിരുവെഴുത്തുകളെ ആധാരമാക്കി ജനത്തിന് തെളിയിച്ചു കൊടുക്കുക. എന്താ പറയുന്നേ? ഇത് വീഞ്ഞു കുടിച്ചതൊന്നുമല്ല, ഇവര് മത്തരായിട്ടിരിക്കുന്നവരുമല്ല, ഇവര് വെളിവില്ലാത്തവരുമല്ല, ഇവർക്ക് ബുദ്ധിഭ്രമമുള്ളവരുമല്ല. പിന്നെ എന്താണ്? ഇതിനൊരു സ്തോത്രം പ്രവചന നിവൃത്തിയാണ്. ഇതൊരു പ്രവചന നിവൃത്തിയാണ് എന്ന് പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തിരുവെഴുത്തിനെ ആധാരമാക്കി, എവിടെ? പഴയ നിയമത്തിലെ യോവേൽ പ്രവാചകന്റെ പ്രവചനത്തെ ആധാരമാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞ് ആരംഭിക്കുക, അവരോട് പറഞ്ഞ് ആരംഭിക്കുക. സ്തോത്രം. ഇനി നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? പത്രോസിന്റെ കഴിഞ്ഞകാല ചരിത്രം എടുത്തു നോക്കിയാൽ താനൊരു മുക്കുവനാണ്. താൻ ആരാണ്? ഒരു മുക്കുവനാണ്. ഈ ഭാഗം ഇന്ന് പകല് വായിച്ചപ്പോ 1-ാം അധ്യായത്തിനകത്തും പത്രോസ് ഇവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് മത്തിയാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂദയുടെ നഷ്ടം, അതും പ്രവചന പുസ്തകത്തിന്റെ അകത്ത് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തെ ആധാരമാക്കിക്കൊണ്ട് പത്രോസ് പറയുന്നത് 1-ാം അധ്യായത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. പത്രോസ് എഴുന്നേറ്റ് നിന്ന്, അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോ പത്രോസിന് ഒക്കെ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ആ അറിവ് അത്രത്തോളം ഉണ്ടായിരുന്നു, അത്രത്തോളം അറിവുള്ളവരായിരുന്നു. സ്തോത്രം. ഇന്ന് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, താൻ ഒരു മുക്കുവനായിരുന്നു അല്ലേ? താൻ ഒരു മുക്കുവനായിരുന്നു. ഇനി ഈ യഹൂദന്മാരെ മുഴുവനും നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാവരും തന്നെ, അതിനകത്ത് ആരെയും മാറ്റി നിർത്താനില്ല, എല്ലാവരും തിരുവെഴുത്തുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരുന്നു. തിരുവെഴുത്തുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ പത്രോസിന്റെ അകത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് തിരുവെഴുത്തുകളിൽ നിന്ന് പറയാൻ തുടങ്ങി. തിരുവെഴുത്തുകളിൽ നിന്ന് പറയാൻ തുടങ്ങി. ഏത്? 3.5 കൊല്ലം കർത്താവിനോട് കൂടെ നടന്നപ്പോ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അരുത് കർത്താവ് എന്ന് പറഞ്ഞ് യേശുവിനെ ശാസിച്ചു അല്ലേ? യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ കൊണ്ടുപോയി ശാസിച്ചു. സ്തോത്രം. ക്രൂശ് മരണം നടന്നപ്പോൾ, യേശു കർത്താവിന്റെ ഉയർപ്പ് നടന്നപ്പോൾ അതിനെയൊന്നും അവർക്ക് മനസ്സിലാക്കാൻ, തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കേട്ടോ, നമുക്ക് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉറച്ചു നിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ തിരുവെഴുത്തുകളിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം സാഹചര്യങ്ങളെ, കാര്യങ്ങളെ മനസ്സിലാക്കി ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ.
നന്ദിയോടെ ദൈവത്തിനൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇവിടെ പത്രോസ് ഈ വിഷയം ഉണ്ടായപ്പോ പഴയ പത്രോസ് അല്ല, പത്രോസും അവരോട് കൂടെ ആശ്ചര്യപ്പെട്ടല്ല നിന്നേ, എഴുന്നേറ്റ് നിന്നിട്ട് പറയുക. എന്താ പറയുന്നേ? യോവേൽ പ്രവചനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ സധൈര്യം, ഉറച്ച നിലപാടോടുകൂടെ തന്റെ കേൾവിക്കാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് കേട്ടോ. അപ്പോ ഒരു കാര്യം ഓർക്കണം, ഏത് കാര്യമാണെങ്കിലും ഏത് അനുഭവമാണെങ്കിലും ഇന്ന് ഈ അനുഭവം എന്ന് പറഞ്ഞ അനുഭവത്തിന്റെ പുറകെ പോകുന്ന ആളുകളോട് ഒരു കാര്യം പറയാം. ഏത് അനുഭവമാണെങ്കിലും ആ അനുഭവത്തെ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ, തിരുവെഴുത്തിനെ ആധാരമാക്കി നമുക്ക് പറയാൻ കഴിയണം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ആത്മപകർച്ച ഉണ്ടായപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, എഴുന്നേറ്റ് നിന്നിട്ട് യോവേൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇത് സംഭവിച്ചത് എന്ന് വളരെ സധൈര്യം, ഉറപ്പോടുകൂടെ അത് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവിടെ അത് സംഭവിക്കുന്നു, ഇവിടെ ഇത് സംഭവിക്കുന്നു, അവിടെ അത് സംഭവിക്കുന്നു, അതൊക്കെ സംഭവിക്കട്ടെ, പക്ഷേ നീ തിരുവെഴുത്തിൽ അതിനെ തേടണം, തിരുവെഴുത്തിൽ അതിനെ അന്വേഷിക്കണം, അത് തിരുവെഴുത്തുകളിൻ പ്രകാരം അതിനെ ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. തിരുവെഴുത്തുകളിൻ പ്രകാരം അതിനെ എന്ത് ചെയ്യണം? ശോധന ചെയ്യാനിടയായി തീരണം കേട്ടോ. സ്തോത്രം. അപ്പോ ഒരു കാര്യം ഓർത്തോണം, സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ സുവിശേഷത്തിൽ എല്ലാം തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സുവിശേഷം. തിരുവെഴുത്ത് വിട്ടിട്ടൊരു സുവിശേഷമില്ല, വചനം വിട്ടിട്ടൊരു സുവിശേഷമില്ല, വചനത്തിന്റെ അതിരി കടന്നൊരു സുവിശേഷമില്ല, ദൈവം പറഞ്ഞതിനപ്പുറമായിട്ടൊരു സുവിശേഷമില്ല. അപ്പോ തിരുവെഴുത്തിനെ ആധാരമാക്കിയാണ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ യേശു താൻ പറഞ്ഞതും ഇവിടെ തൻ്റെ ശിഷ്യന്മാരൊക്കെയും പറഞ്ഞു തുടങ്ങും. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ തുടർന്ന് 30-ാമത്തെ വാക്യത്തിൽ തന്നെ, 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ സ്തോത്രം ഇങ്ങനെ കാണാൻ കഴിയുന്നു. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് പറഞ്ഞ് സത്യം ചെയ്ത് ഉറപ്പിച്ചു. കണ്ടോ, ഇവിടെ ആരെ കുറിച്ചാ പറയുന്നേ? ദാവീദിനെ കുറിച്ചാ പറയുന്നേ. ദാവീദിനെ കുറിച്ച് എന്ത് ചെയ്യുകയാണ് ഇവിടെ പത്രോസ് വീണ്ടും എടുത്തു പറയുക. അപ്പോ യോവേലിൽ കോട്ട് ചെയ്ത് തന്റെ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം തുടരുകയാണ്. ഏത് ഭാഗത്ത് കൂടിയാണ് ആ പ്രസംഗം തുടരുന്നതെന്നറിയാമോ? 2 ശമൂവേൽ 7-ാം അധ്യായത്തിലെ സംഭവത്തെ ആസ്പദമാക്കി ആ പ്രസംഗം പുരോഗമിക്കുകയാണ്. ആ പ്രഭാഷണം പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് 25, 26, 27, 28 വാക്യങ്ങൾക്കകത്ത് വരുമ്പോ സങ്കീർത്തനം 132-ന്റെ 11, 89-ന്റെ 3 ഒക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രഭാഷണം, ആ പ്രസംഗം എന്ത് ചെയ്യുന്നത്? പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ പ്രസംഗം, അപ്പോസ്തലനായ പത്രോസിന്റെ 2-ാമത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 3-17 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഏത് വിഷയത്തോടനുബന്ധിച്ചാണ്? അവിടെ ആ മുടന്തനെ സൗഖ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പത്രോസ് എന്ത് ചെയ്യുകയാണ്? തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് അവരോട് സുവിശേഷം പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് യെശയ്യാവ് 53, സെക്കറിയാവ് 12, സങ്കീർത്തനം 22 ഒക്കെ ആധാരമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ പത്രോസ് സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി ചില ഭാഗങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് പറഞ്ഞു വിടാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ, സ്തെഫാനോസ് പഴയ നിയമത്തിന്റെ ഒട്ടുമിക്ക ഉദ്ധരണികൾ എല്ലാ പുസ്തകങ്ങളിലൂടെ തന്നെ സ്തെഫാനോസ് എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളിലൂടെ തന്നെ സ്തെഫാനോസ് എന്ത് ചെയ്തിട്ടുണ്ട്? മുൻപോട്ട് പോയിട്ടുണ്ട്. സ്തോത്രം. സത്യം പറഞ്ഞാൽ സ്തെഫാനോസിന്റെ ആ പ്രസംഗം എടുത്തു നോക്കിയാൽ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക്
കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു ഭാഗമാണ് ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് ഷണ്ണൻ തേരിലൂടെ സഞ്ചരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തേരിനോട് ചേർന്ന് നടക്കാൻ തന്നോട് ആവശ്യപ്പെടുകയും തേരിനോട് ചേർന്ന് നടന്നപ്പോൾ ആ ഷണ്ണൻ വായിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ഇത് ആരെക്കുറിച്ചാകുന്നു പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഷണ്ണനോ ആയിട്ടുള്ള കോൺവെർസേഷൻ അവിടെ ആരംഭിക്കുന്നതും ആ തേരിനകത്തേക്ക് തന്നെ സ്വീകരിച്ചിരുത്തുകയും തുടർന്ന് ആ താൻ വായിച്ച ഭാഗത്തെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ മനോഹരമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് ഷണ്ണനോട് പറയുകയാണ്. ഷണ്ണനോട് എന്ത് ചെയ്യുന്നു? പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. സ്തോത്രം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നിട്ട് ജാതികളോട് സുവിശേഷം പറയുന്നുണ്ട്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നിട്ട് ജാതികളോട് താൻ സുവിശേഷം പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ കൊന്നു എന്നും അവനെ ദൈവം ഉയർപ്പിച്ചു എന്നും ജാതികളോട് പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതിന്റെ താഴേക്ക് വീണ്ടും പിന്നെ നമ്മൾ അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ 13-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രസംഗത്തെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം അപ്പല്ലോസിന്റെ പ്രസംഗത്തെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? സുവിശേഷം അറിയിച്ചത്. അഥവാ പഴയ നിയമത്തെ ആധാരമാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? സുവിശേഷം അറിയിപ്പാൻ ഇടയായി തീർന്നത്. കണ്ടോ, തന്റെ വിശുദ്ധ രേഖകളിൽ പ്രവാചകൻ നിമിത്തം പ്രവാചകന്മാർ മുഖാന്തിരം ദൈവം പറഞ്ഞ സുവിശേഷമാണ് പുത്രൻ മുഖാന്തിരം ലോകത്തിൽ എന്ത് ചെയ്തത്? വെളിപ്പെടുവാനിടയായി തീർന്നത്. മറ നീക്കി വെളിപ്പെടുവാൻ എന്ത് ചെയ്തത്? ഇടയായി തീർന്നത് കേട്ടോ. സുവിശേഷം ഒരു പ്ലാൻ ബി അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. സുവിശേഷം സ്തോത്രം മറ്റൊന്നിനെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതുമല്ല. സുവിശേഷം പിന്നീട് കൊണ്ടുവന്ന ഒരു ബൈ പ്രൊഡക്റ്റും അല്ല. പിന്നെ എന്താണ്? സുവിശേഷം ലോകസ്ഥാപനം മുതൽ അല്ല, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒന്നാണ് എന്ത്? സുവിശേഷം കേട്ടോ. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ, ദൈവത്തിന്റെ അനാദികാലം മുതൽ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് എന്ത്? സുവിശേഷം. സുവിശേഷം. സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് പോലെ പഴയ നിയമം ന്യായപ്രമാണം പരാജയപ്പെട്ടിടത്താണ്, ഇല്ലെങ്കിൽ സ്തോത്രം അവിടെ പരാജയം സംഭവിച്ചപ്പോ ഒരു പ്ലാൻ ബി ആയിട്ടാണ് സുവിശേഷം എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. അല്ല, ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുന്നമേ സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, സുവിശേഷത്തെക്കുറിച്ചുള്ള വാഗ്ദാനം, വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വാഗ്ദാനം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ വേദപുസ്തകം മുഴുവനും എടുത്തു നോക്കിയാൽ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. അപ്പോ യേശുക്രിസ്തുവിനെ നമ്മൾ വേദപുസ്തകത്തിൽ എവിടം മുതലാണ് പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്? എവിടം മുതലാണ് പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി തന്നെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ എങ്ങനെയാണ്? സ്തോത്രം പറയാം. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതി ആരംഭിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തിരമുളവായി. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമി എന്ന് സൃഷ്ടിച്ചു പറഞ്ഞ സൃഷ്ടിപ്പിലെ പുത്രനും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പുത്രനും അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോ വേദപുസ്തകത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒടുവിലത്തെ വാക്യം വരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. വേദപുസ്തകത്തിന്റെ മുഖ്യ പ്രമേയം കർത്താവായ യേശുക്രിസ്തുവാണ്. സുവിശേഷത്തിന്റെ മുഖ്യ സന്ദേശം ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ഒഴിച്ച് ഒരു സുവിശേഷം ഇല്ല. സ്തോത്രം. അപ്പോ നമ്മള്
ആ, ആ, മറ്റ് ഭാഗങ്ങളിലേക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ആ, ആ, സ്തോത്രം ആ, സുവിശേഷം എഴുത്തുകാർ മാത്രമല്ല, ലേഖനം എഴുതിയ എഴുത്തുകാർ അപ്പോസ്തലനായ പൗലോസ്, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, ഇവരൊക്കെ ലേഖനം എഴുതിയപ്പോ ആ ലേഖനത്തിന്റെ അകത്ത് പഴയ നിയമ ഉദ്ധരണികളെ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. റോമാലേഖനത്തിൽ തന്നെ ഏകദേശം 50ഓളം പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രയാണ്? റോമാലേഖനത്തിൽ തന്നെ ഏകദേശം പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇത് പതിയണം. എന്ത്? സുവിശേഷം ഒരു ബൈ പ്രൊഡക്റ്റ് അല്ല. സുവിശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ല. സുവിശേഷം ഒരു ബുദ്ധിരാക്ഷസന്മാരുടെയും കണ്ടുപിടുത്തമല്ല. സുവിശേഷം ഒരു മഹാന്റെയും കണ്ടുപിടുത്തമല്ല. സുവിശേഷം ഒരു സഭയുടെ കണ്ടുപിടുത്തമല്ല. പിന്നെ സുവിശേഷം വിശുദ്ധ രേഖകളിൽ, തിരുവെഴുത്തിൽ, തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം ദൈവം മുൻകൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷം. അതാണ് നമ്മൾ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷത്തിനായി, കണ്ടോ, മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷം.